എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഗീ റൈസാണ്. പാചകം തുടങ്ങുന്ന കുട്ടികൾക്കും ബാച്ചിലേഴ്സിനും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനായി അരമണിക്കൂർ കുതിർത്ത 2 കപ്പ് സോനാ മസൂരി റൈസ്, ഗീ റൈസിന് ആവശ്യമായി ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു സവാള അരിഞ്ഞത്, 4 പച്ചമുളക്, ചതച്ച വെളുത്തുള്ളി ഇഞ്ചി 1/2 ടേബിൾ സ്പൂൺ. ഇനി അടുപ്പിൽ ഒരു കുക്കർ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാകുമ്പോൾ 3 കഷ്ണം തക്കോല ഇടുക, 3 ഏലക്ക, 1 പീസ് പട്ട, 5 ഗ്രാമ്പു, കുറച്ച് ജാതിപത്രി ഇട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ചേർത്ത് വഴറ്റുക. ഇതിലെ പച്ചച്ചുവ മാറിയതിനു ശേഷം 1/2 ടീസ്പൂൺ പെരുംജീരകവും 7-8 മണി മുഴുവൻ കുരുമുളകും ചേർത്ത് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സവാളയിൽ കുറച്ച് ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചിട്ട് ചേർക്കുക. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും 4 പച്ചമുളക് 2 ചേർത്താൽ മതി. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കുക. ഈ സവാളയും പച്ചമുളകും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ ഇടുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലൂടെ ചേർക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ചേരുവകളെല്ലാം ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിപ്പയിൽ ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം 3 കപ്പ് ഒഴിക്കുക. നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തത്, അതിനുവേണ്ടി 3 കപ്പ് വെള്ളം ഒഴിക്കുക. കുക്കറിൽ വയ്ക്കുന്നത് കൊണ്ടാണ് 3 കപ്പ് വെള്ളം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് മാറും. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഒരു നുള്ളി ഫുഡ് കളർ യെല്ലോ ചേർക്കുക, ഓപ്ഷനിലാണ്. ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ കുക്കർ അടച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക. ഇത് ആവശ്യമുണ്ടെങ്കിൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച സവാള ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം നല്ലതുപോലെ കരിയാതെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കിസ്മിസും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു പരുവമാകുമ്പോൾ കോരിയെടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും മിൻറ്റുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ വീട്ടിൽ 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും മല്ലിയിലയും എല്ലാം ചേർത്ത് കൊടുക്കാം. മാറ്റി വെച്ചിട്ടുള്ള 2 ചില്ലിയും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്.
ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എൻ്റെ ഈ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. വളരെ സ്വാദിഷ്ടമായ ഒരു ഗീ റൈസ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റായി അറിയിക്കുക. ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ. ബൈ.